ഗം ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം ശക്തി പരാശക്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. നമ്മൾ ശിവപുരാണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ശിവപുരാണത്തിലെ ഭാഗം 40 പറയാനുള്ളത്. കാലഭൈരവ അവതാരമാണ് പറയാനുള്ളത്. അപ്പോൾ കാലഭൈരവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ, ശിവഭഗവാന്റെ തന്നെ ജടയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള അവതാരമാണ്. അപ്പോൾ നമ്മൾ ഒരു പാട്ടുണ്ട്, ദേവരാജസേവമാന പങ്കജം. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. കാശികാപുരാദിനാഥ കാലഭൈരവം ഭജേ. കാശികാപുരാദിനാഥ കാലഭൈരവം ഭജേ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ കാലഭൈരവനാണ് നമ്മുടെ എന്താ പറയുക, അത്രയും പവർഫുള്ളാണ്. ഭഗവാന്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഭദ്രകാളിയൊക്കെ അത്രയും പവർഫുൾ അല്ലേ, അതേപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു അവതാരമാണ് കാലഭൈരവ അവതാരം എന്ന് പറയുന്നത്. അപ്പം ആ കാലഭൈരവ അവതാരത്തെ കുറിച്ചാണ് ഇന്ന് വായിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് മണ്ഡലകാലമാണ്. അപ്പോൾ മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ അയ്യപ്പനെ പ്രാർത്ഥിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അയ്യപ്പൻ്റെ നാമങ്ങളൊക്കെ പറയുക, അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, വഴിപാടുകളൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പം അയ്യപ്പൻ്റെ ഒരു സോങ് ഉണ്ട്. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം സ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാമയ്യന് ശരണം. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം സ്വാമിയെ ശരണം. കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തരഹോരാത്രം അയ്യന് ശരണം. അങ്ങനെ അയ്യപ്പൻ്റെ ഒരു സോങ് ഉണ്ട്. അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അയ്യപ്പന് ഒരുപാട് ഭാവങ്ങളുണ്ട്. നമ്മൾ പറയില്ല, ഓരോ ദൈവങ്ങൾക്കും ഓരോ ഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭഗവാന് അയ്യപ്പ സ്വാമിക്ക് ഓരോ ഭാവങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇതായിട്ടിരിക്കുന്ന ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ധർമ്മശാസ്താവായിട്ടാണ് നമ്മുടെ അയ്യപ്പൻ കോവിലുകളിൽ, അതേപോലെ ചില അയ്യപ്പൻ കോവിലുകളിൽ ഇരിക്കുന്നത് വേറൊരു രീതിയാണ്. പക്ഷെ ധർമ്മശാസ്താവായിട്ടിരിക്കുന്നതാണ് ശബരിമലയിൽ. അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീജനങ്ങളെ കയറ്റരുതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, കാരണം അവിടെ അയ്യപ്പൻ ഇരിക്കുന്ന ബ്രഹ്മചാരിയായിട്ടാണ്. എന്നാൽ ചില ശാസ്താ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ പത്നിമാരുടെ കൂടെ കുടുംബസമേതമായിട്ടിരിക്കുന്നതുണ്ട്. ഭഗവാന് 3 പത്നിമാരാണ് ഉള്ളത്. ഒന്ന് പ്രഭ, പിന്നൊന്ന് പൂർണ, പുഷ്കല, അങ്ങനെ 3 പത്നിമാരും പിന്നെ സത്യവ്രതൻ, അങ്ങനെ എന്തോ ഒരു പേരാണ് ആ കുട്ടിയുടെ. ഒരു കുട്ടിയുണ്ട്. അങ്ങനെ 3 ഭാര്യമാരും ഒരു പുത്രനും ഉണ്ട് അയ്യപ്പന്. പൂർണ, പുഷ്കല, പ്രഭ എന്ന 3 ഭാര്യമാരും പിന്നെ ഒരു പുത്രനും ഉണ്ട്. അങ്ങനെ ഭാര്യമാരും പുത്രാസമേതനുമായിട്ടിരിക്കുന്ന അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, അയ്യപ്പനുണ്ട്. അപ്പം അങ്ങനെയുള്ള ഭാവത്തിലുള്ള ശാസ്താവുണ്ട്. അപ്പം അങ്ങനെ ഭഗവാന് തന്നെ ഡിഫറൻസ് ആയിട്ടുള്ള ഭാവങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ഏത് ഭാവത്തിൽ വേണമെങ്കിലും ഭഗവാനെ പ്രാർത്ഥിക്കാം. അതിൽ ഇതില്ല. അപ്പം അതുകൊണ്ട് ഈ മണ്ഡലവ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് പറഞ്ഞാൽ അത്രയും നല്ല കാര്യമാണ്. അപ്പം മണ്ഡലവ്രതമൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് 41 ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് നമ്മൾ ആ ശുദ്ധിയോടുകൂടി മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധിയാക്കിക്കൊണ്ട് നമ്മൾ മറ്റ് മത്സ്യമാംസാദികളെല്ലാം ഒഴിവാക്കി വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ കഴിച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ ഭഗവാന്റെ ആ മണ്ഡലകാല വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ്. അങ്ങനെ വ്രതം എടുത്തുകൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ ശബരിമലയിൽ പോകുന്നതും വളരെ നല്ലതാണ്.
അപ്പോൾ അത് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കും, പൊറുക്കും എന്നൊക്കെയാണ് പറയുന്നത്. കാരണം കല്ലും മുള്ളും ഒക്കെ ചവിട്ടിയാണ് നമ്മൾ ആ മാമല കയറി പോകുന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതിന് അത്രയും നല്ലതാണ് നമുക്ക് അങ്ങനെ വ്രതങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം ഇനിയും ഇതിൽ വരുന്നവരൊക്കെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ശരി, ആർക്കായാലും വ്രതങ്ങളൊക്കെ എടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്രതങ്ങളൊക്കെ എടുക്കുക. അങ്ങനെ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഭാഗം 40 കാലഭൈരവാവതാരത്തെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പൊ അത് ഞാൻ വായിക്കാം കേട്ടോ. പണ്ട് നർമ്മദാ നദിയുടെ മനോഹരമായ തീരത്ത് നർമ്മപുരം എന്ന നാമത്തിൽ പ്രസിദ്ധമായ ഒരു ചെറിയ നഗരം ഉണ്ടായിരുന്നു. അപൂർവമായ സസ്യലതാദികൾ കൊണ്ടും വിചിത്രങ്ങളായ ഗാനാമൃതം ചൊരിയുന്ന പക്ഷികളെ കൊണ്ടും നയനാനന്ദം പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ കാനന മധ്യത്തിലായിരുന്നു ആ നഗരം സ്ഥിതി ചെയ്തിരുന്നത്. അപൂർവ പുഷ്പങ്ങളുടെ അവാച്യമായ അമൃത സുഗന്ധം സദാ അന്തരീക്ഷത്തിൽ ചൂഴ്ന്നു നിന്നിരുന്നു. ഔഷധ സസ്യങ്ങളെ തഴുകിയൊഴുകുന്ന നർമ്മദയിലെ കുളിർമ പകരുന്ന ജലം അത്യന്തം ആസ്വാദ്യകരമായിരുന്നു. ആ നഗരത്തിൽ പണിതുയർത്തിയ ചെറിയ ഒരു ആശ്രമത്തിൽ വിശ്വാനരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മുനീശ്വരൻ പരബ്രഹ്മത്തെ ധ്യാനിച്ചു കഴിഞ്ഞു വന്നു. ശാണ്ഡല്യ ഗോത്രത്തിൽ ജന്മം കൊണ്ട അദ്ദേഹം പുണ്യാത്മാവും ശിവഭക്തരിൽ അഗ്രസരജനും ജിതേന്ദ്രിയനുമായിരുന്നു. ബ്രഹ്മചാര്യനിഷ്ഠയിൽ ഏറെ തൽപരനായിരുന്ന മഹാനായിരുന്നു അദ്ദേഹം. മുനിയുടെ പത്നി പദം അലങ്കരിച്ചിരുന്ന ശിജുഷ്മതി സൽഗുണങ്ങളുടെ വിളനിലമായിരുന്നു. അപ്പോ വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അവിടെ നർമ്മദാ തീരം എന്നാണ് പറയുന്നത്. നർമ്മദാ നദിയുടെ തീരത്ത് അവിടെ ഔഷധ സസ്യങ്ങൾ കൊണ്ടും വളരെയധികം പുഷ്പലതാദികൾ കൊണ്ടും ഒക്കെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആരാണ് ഒരു വിശ്വാനരൻ എന്ന പേരിൽ ഒരു അറിയപ്പെടുന്ന ഒരു മുനീശ്വരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ കഠിനമായിട്ടുള്ള തപസ്, ശിവഭഗവാനെ കഠിനമായിട്ട് തപസ് അനുഷ്ഠിച്ചിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ പത്നീപദം അലങ്കരിച്ചിരുന്ന പത്നിയായിരുന്നു ശിജുഷ്മതി എന്ന് പറയുന്ന പത്നിയായിരുന്നു അദ്ദേഹത്തിന്റെ പത്നീപദം അലങ്കരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ പത്നിയോടൊപ്പം തന്നെ അവിടെ ശിവഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു വിശ്വാനരൻ എന്ന ആ മുനിശ്രേഷ്ഠൻ. ബ്രാഹ്മണോചിതമായ പാവന കർമ്മങ്ങൾ അനുഷ്ഠിച്ചും ദേവന്മാരെയും പിതൃക്കളെയും സംതൃപ്തരാക്കാൻ തക്ക കർമ്മങ്ങളിൽ ഏർപ്പെട്ടുമാണ് വിശ്വാനരൻ നാളുകൾ പോക്കിയത്. ഇപ്രകാരം കാലചക്രം മുന്നോട്ട് പോകവേ ശിജുഷ്മതി തന്റെ പ്രാണേശ്വരനോട് പറഞ്ഞു, പ്രാണനാഥ, നാരീജനങ്ങൾ അനുഭവിക്കേണ്ടതായ സുഖങ്ങളെല്ലാം അങ്ങയോടൊത്ത് ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഞാനും അനുഭവിച്ചു. പക്ഷേ വളരെ കാലമായി ഒരാഗ്രഹത്തിന്റെ നറുവിത്ത് എന്റെ മാനസോദ്യാനത്തിൽ കിളിർക്കാതെ കിടക്കുകയാണ്. ഗൃഹസ്ഥന്മാർക്ക് തീർത്തും യോഗ്യമായ ആ ആഗ്രഹം സഫലമാക്കുവാനുള്ള വരപ്രസാദം അവിടുന്ന് എനിക്ക് കനിഞ്ഞു നൽകണം. അല്ലയോ പരബ്രഹ്മ ജ്യോതിസായ സ്വാമിൻ, അവിടുത്തെ കൃപാപ്രസാദത്തിന് ഞാൻ യോഗ്യയാണെങ്കിൽ ശ്രീ ശങ്കരന് തുല്യമായ ഒരു പുത്രനെ എനിക്ക് തരാൻ ദയവുണ്ടാകണം. ഇതാണ് അങ്ങയിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്ന വരദാനം. ധർമ്മനിഷ്ഠയിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ ഭർതൃഹിതത്തിനനുസൃതമാം വിധം വ്രതശുദ്ധിയോടും സദാചാര മര്യാദകൾ സൂക്ഷ്മ മനസ്സോടെ പാലിച്ചും ജീവിച്ചു പോന്നിരുന്ന ധർമ്മപത്നിയുടെ വിനയാന്വിതമായ പ്രാർത്ഥന കേട്ടുനിന്ന വിശ്വാനരൻ അല്പനേരം ധ്യാനനിരതനായി. പ്രപഞ്ചശില്പിയായ ശ്രീ പരമേശ്വരന്റെ താല്പര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയത്. അല്പനേരം കഴിഞ്ഞ് ആ ശ്രേഷ്ഠ മുനി ചിന്താധീനനായി. അപ്പോ ഈ പത്നി പറയുകയാണ്, ആരാണ് ശിജുഷ്മതി എന്ന് പറഞ്ഞ ഈ പത്നി ആ വിശ്വാനര മുനിയോട് പറയുകയാണ്, എനിക്ക് അങ്ങേയുമായിട്ട് ജീവിച്ച് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അങ്ങേയുമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയാണ്. അതെനിക്ക് നല്ല ജീവിതമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഉള്ള പോലെ തന്നെ ഒരു ആഗ്രഹമാണ്, എനിക്കൊരു പുത്രനെ വേണം. പക്ഷെ ആ പുത്രന് ശിവഭഗവാന്റെ ഗുണങ്ങളെല്ലാം ഉള്ള ആ ശിവഭഗവാനെ പോലെ അത്രയും ശക്തിവാനായിട്ടുള്ള ആ ശിവ ഗുണങ്ങളൊക്കെയുള്ള ഒരു പുത്രനെ ആയിരിക്കണം എനിക്ക് വേണ്ടത് എന്നുള്ളൊരു ആഗ്രഹം ഈ ശിജുഷ്മതി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, വിശ്വാനര മുനി എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ ധ്യാനത്തില് മഹാദേവനെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ധ്യാനത്തിൽ അദ്ദേഹം മുഴുകുകയാണ്. അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി. അല്പനേരം കഴിഞ്ഞ് ആ ശ്രേഷ്ഠ മുനി ചിന്താധീനനായി.
എന്റെ സൂക്ഷ്മാംശമായ പത്നി ആവശ്യപ്പെട്ടിരിക്കുന്ന വരം ദുഷ്കരമായതാണ്. പരബ്രഹ്മ സ്വരൂപനായ സദാശിവൻ ലീലകൾ ചമയ്ക്കുന്നതിൽ അതിവിരുദ്ധനാണ്. ഒരുപക്ഷെ ആ പരമാത്മാവ് തന്നെയാണോ ഇവളുടെ നാവിലിൽ നിന്ന് വാഗ്രൂപേണ ഇക്കാര്യം അറിയിച്ചത്? കാരണം ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ ആണല്ലോ സദാ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും. ആ പരമ്പൊരുൾ അറിയാതെ ഈ ത്രിലോകങ്ങളിലും ഒരു പുൽക്കൊടി പോലും ചലിക്കാറില്ല. ഈ പരമമായ സത്യം കണക്കിലെടുക്കുമ്പോൾ എന്റെ പത്നി ഇത്തരമൊരു വരം ആവശ്യപ്പെട്ടതിനു പിന്നിൽ ശ്രീ ശങ്കരന്റെ തീരുമാനം ഉണ്ടാകാതിരിക്കുന്നതെങ്ങനെ? ചിന്താവിമുക്തനായ വിശ്വാനര മുനി പത്നിയെ തൽക്കാലം ആശ്വസിപ്പിച്ചു. അനന്തരം അദ്ദേഹം വാരണാസിയിൽ പോയി കഠിന തപസ്സിൽ ഏർപ്പെട്ടു. പിന്നെ അദ്ദേഹം വീരേശ ലിംഗാരാധന തുടങ്ങി. കൂടാതെ 1 വർഷം തികഞ്ഞ നാളിൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഗംഗയിലിറങ്ങി സ്നാനം ചെയ്തു. അങ്ങനെ ഈ മുനി എന്ത് ചെയ്യുകയാണ്? കഠിനമായുള്ള തപസ് അനുഷ്ഠിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ലിംഗപൂജ, മഹാലിംഗ പൂജ നടത്തുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുകയാണ്? ഗംഗയിൽ ഇറങ്ങിയിട്ട് സ്നാനം ചെയ്യുകയാണ്. ഗംഗയിൽ ഇറങ്ങി സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഗംഗാദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലതരത്തിലുള്ള പാപങ്ങളുണ്ടല്ലേ നമുക്ക്. അപ്പൊ ഈ പാപങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ദേവിയാണ് ഗംഗാദേവി എന്ന് പറയുന്നത്. അപ്പൊ ആ ഗംഗയിൽ ഇറങ്ങി ഈ മുനീശ്വരൻ വിശ്വാനര മുനി സ്നാനം ചെയ്യുകയാണ്. അതിനുശേഷം വീരേശ്വര ലിംഗത്തിന് സമീപം എത്തിയപ്പോൾ ആ ലിംഗമധ്യത്തിൽ 8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുത്രനെ അദ്ദേഹം ദർശിച്ചു. ചെവിയോളം നീണ്ട തേജസ് സ്ഫുരിക്കുന്ന നേത്രങ്ങൾ, കടും ചുവപ്പ് നിറമാർന്ന അധരങ്ങൾ, ശിരസിൽ ശോഭിതമായ മഞ്ഞ നിറമുള്ള ജട, വദനാരവിന്ദത്തിൽ അത്യന്തം ആകർഷിതവും വശ്യമധുരവുമായ മന്ദഹാസമലർ, ഇവയൊക്കെ ആ മുനിശ്രേഷ്ഠന്റെ ഹൃദയക്ഷേത്രത്തിൽ ആനന്ദ പീയൂഷം നിറയ്ക്കാൻ പര്യാപ്തമായിരുന്നു. ശൈശവോചിതമായ രീതിയിൽ അലങ്കാരവും ചിതാഭസ്മവും ധരിച്ചിരുന്ന ആ ബാലകന്റെ സൗന്ദര്യം വർണ്ണനാതീതമായിരുന്നു. അവൻ ഉരുവിട്ട് കൊണ്ടിരുന്ന വേദസൂക്തങ്ങളാൽ അന്തരീക്ഷം അത്യന്തം പവിത്രമായി തീർന്നു. അവനെ ദർശിക്കും തോറും വിശ്വാനര മുനിയുടെ അന്ധകരണം ആനന്ദത്താൽ കോൾമേർ കൊണ്ടു. ഏറെ നേരം മുനിവര്യൻ ആ ദിവ്യബാലനെ നോക്കി നിന്ന് അവാച്യമായ അനുഭൂതി നുണഞ്ഞു. പിന്നീട് അദ്ദേഹം ശംഭുവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു: ഈ അനന്തമായ പ്രപഞ്ചത്തിൽ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന വിശ്വേശ്വര, അവിടുത്തെ ഭക്തനായ ഞാനിതാ അങ്ങേക്ക് പ്രണാമം അർപ്പിക്കുന്നു. ഏകരൂപനായി പരമ്പൊരുളായി നാനാരൂപങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അങ്ങ് രൂപരഹിതനായി വർത്തിക്കുന്നു. കണ്ണില്ലാതിരുന്നിട്ടും സകലതും സദാ കാണുന്നു. നാവില്ലാതിരുന്നിട്ടും എല്ലാ രസങ്ങളും അങ്ങ് അനുഭവിക്കുന്നു. അങ്ങയെ അറിയാൻ കഴിയുന്നവരായി ആരും തന്നെയില്ല. അതിനാൽ ദേവാദിദേവനായ അങ്ങയെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. അവിടുന്ന് സർവസ്വരൂപനായിട്ടാണ് വർത്തിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അങ്ങല്ലാതെ മറ്റൊന്നുമല്ല. പരമശാന്തിയുടെ ആത്മജ്യോതിസും ഗൗരി പ്രാണനാഥനും ദിഗംബരനും ബാലനും യുവാവും വൃദ്ധനും എല്ലാം അവിടുന്ന് തന്നെയാണ്. ഇപ്രകാരം ശ്രീ പരമേശ്വരനെ സ്തുതിച്ചു തൊഴുതുകൊണ്ട് നിൽക്കുന്ന വിശ്വാനരനോട് ലിംഗരൂപത്തിലിരിക്കുന്ന മഹാദേവൻ അത്യധികം സന്തുഷ്ടനായിട്ട് പറഞ്ഞു. അപ്പം ഈ വിശ്വാനര മുനി എന്ത് ചെയ്യുകയാണ്? ഒരു പുത്രനെ കാണുകയാണ്, അവിടെ ഒരു ബാലകനെ കാണുകയാണ്. ആ ബാലകന്റെ ചെവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചെവിയാണ്, കൂർത്ത ചെവിയാണ്. കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളക്കമാണ്. ചുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ, തൊണ്ടിപ്പഴം പോലെ അത്രയും ചുവന്ന അധരങ്ങളാണ്. അത്രയും തേജസ്സുറ്റ ഒരു ബാലനെയാണ് അദ്ദേഹം കാണുന്നത് അവിടെ. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ വിശ്വാനര മുനി അതില് സന്തോഷവാനായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുകയാണ്. മനസ്സറിഞ്ഞ് മഹാദേവനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന ലിംഗേശ്വരനായ മഹാദേവൻ കേൾക്കുകയാണ്. എന്നിട്ട് മഹാദേവൻ പറയുകയാണ്: മുനിമാരിൽ ശ്രേഷ്ഠനായ വിശ്വാനര, നീ ഇന്ന് നമ്മെ വളരെയധികം സന്തുഷ്ടനാക്കിയിരിക്കുന്നു. അതിനാൽ നീ ആവശ്യപ്പെടുന്ന എന്ത് വരവും തരാൻ നാം ഒരുക്കമാണ്. നിന്റെ മനോദർപ്പണത്തിൽ പ്രതിഫലിച്ചു നിൽക്കുന്ന ആഗ്രഹം എന്താണെന്ന് നമ്മെ അറിയിക്കുക. ഭക്തി പ്രഹർഷത്താൽ ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ട് മുനി ഭഗവാനോട് പറഞ്ഞു: മഹാപ്രഭാവശാലിയായ മഹാദേവ, അങ്ങ് സർവ്വവ്യാപിയും ഐശ്വര്യങ്ങളുടെ കലവറയും ഭക്തന്മാർ ആഗ്രഹിക്കുന്നതെന്തും പ്രദാനം ചെയ്യുന്നവനുമാണ്. സർവജ്ഞനായ അങ്ങയിൽ നിന്നും യാതൊന്നും മറഞ്ഞിരിക്കുന്നില്ല. എന്റെ ആഗ്രഹം ഞാൻ എന്തിനു പറയണം? സങ്കടം പ്രകടിപ്പിക്കുന്ന യാചകനായ എന്നെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നെ സഹായിക്കാൻ അങ്ങ് എന്റെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത്. മഹാദേവ, അവിടുത്തെ ദാസനായ എന്റെ ആഗ്രഹം അവിടുത്തേക്ക് വ്യക്തമായും അറിയാവുന്നതാണ്. അതിനാൽ അങ്ങയുടെ ഇച്ഛ അനുസരിച്ച് ചെയ്തു കൊള്ളുക. വിശ്വാനരന്റെ വാക്കുകൾ കേട്ട പാവന ശിശുരൂപിയായ ദേവാദിദേവൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു: ഹേ ശ്രേഷ്ഠനായ മുനിവര്യ, നിന്റെ ധർമ്മപത്നി ശുചിഷ്മതിയുടെ ആഗ്രഹം നാം അറിയുന്നുണ്ട്.
അവൾ സദാ നമ്മെ ഹൃദയക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്നുമുണ്ട്. അല്പകാലത്തിനകം നിശ്ചയമായും അവളുടെ ആഗ്രഹം പൂർണ്ണമാകുന്നതാണ്. മുനിശ്രേഷ്ഠ, ഞാൻ ശുചിഷ്മതിയുടെ ഉദരത്തിൽ നിന്റെ പുത്രനായി പ്രത്യക്ഷനാകുന്നതാണ്. ഗൃഹപതി എന്ന നാമധേയത്തിലായിരിക്കും ഞാൻ അറിയപ്പെടുന്നത്. സകല ദേവന്മാർക്കും പ്രിയനും പരിപാവനനുമായി ഞാൻ വർത്തിക്കുന്നതാണ്. ഒരു വർഷക്കാലം നീ ഈ തിരുസന്നിധിയിലിരുന്ന് ഉരുക്കഴിച്ച പുണ്യമായ അഭിലാഷ്മക സ്തോത്രം ദിവസവും 3 നേരവും ചൊല്ലുന്നവന്റെ സകല അഭിലാഷങ്ങളും പൂർണ്ണമാകുന്നതാണ്. ഈ സ്തോത്രം ചൊല്ലുന്നവർക്ക് സൽഗുണ സമ്പന്നരായ പുത്രന്മാരും ധനവും ലഭിക്കുന്നതാണ്. ശാന്തിയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്ത് ആപത്തുകളിൽ നിന്നും മുക്തരാകുന്നതുമാണ്. കൂടാതെ സ്വർഗപ്രാപ്തിയും മോക്ഷവും ലഭിക്കുന്നതുമാണ്. ഈ ഒരു സ്തോത്രം സകല സ്തോത്രങ്ങൾക്കും തുല്യമായതാണ്. ഇത്രയും പ്രസ്താവിച്ച ശേഷം ബാലരൂപം ധരിച്ച ശ്രീ ശങ്കരൻ മറഞ്ഞു. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? അപ്പൊ ഭഗവാൻ ചോദിക്കുക, നിന്റെ ആഗ്രഹം എന്താണെന്ന് നമുക്കറിയാം. നിന്റെ ആഗ്രഹം, നിന്റെ പത്നിയുടെ ആഗ്രഹം ഒരു പുത്രന് വേണമെന്നുള്ളതാണ്. അത് ഞാൻ തീർച്ചയായിട്ടും നിറവേറ്റി തരുന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ബാലരൂപത്തിൽ വന്നത് ആരായിരുന്നു? ഭഗവാനായിരുന്നു. ഭഗവാൻ ശ്രീ പരമേശ്വരായിരുന്നു ആ ബാലരൂപത്തിൽ വന്നത്. അങ്ങനെ പരമേശ്വരൻ എന്ത് ചെയ്യുകയാണ്? ഈ വരം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് അന്തർധാനം ചെയ്യുകയാണ്. അതിനുശേഷം വിപ്രശ്രേഷ്ഠനായ വിശ്വാനരനും നിറഞ്ഞ സന്തോഷത്തോടെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി. ഭർത്തൃ സാന്നിധ്യം കാംക്ഷിച്ചുകൊണ്ടും ശ്രീ ശങ്കരനെ സദാ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ആശ്രമത്തിൽ തനിച്ചു കഴിയുകയായിരുന്ന ശുചിഷ്മതിയോട് മുനിവര്യൻ നടന്ന സംഭവങ്ങളെല്ലാം വിസ്തരിച്ചു പറഞ്ഞു. പ്രാണനാഥന്റെ തപസിദ്ധി മൂലം വരദാനമായി ശ്രീ ശങ്കരൻ തന്റെ ഉദരത്തിൽ പുത്രരൂപത്തിൽ അവതരിക്കുവാൻ പോകുന്നുവെന്ന വാർത്ത പീയൂഷധാര പോലെയാണ് ആ തപസ്വിനി അനുഭവിച്ചത്. ഭർത്തൃവാക്യം കേട്ട ശുചിഷ്മതി ആനന്ദത്താൽ അല്പനേരം പരിസരം മറന്നു നിന്നു. ജഗദീശ്വരന്റെ തിരുനാവിൽ നിന്നും വന്ന വാക്കുകൾ എത്രയും വേഗം ഫലപ്രാപ്തി കൈവരാൻ ഇടവരണമെന്ന പ്രാർത്ഥനയോടെ ആ പുണ്യനാരി നിലകൊണ്ടു. ഈ സന്ദർഭത്തിൽ അവരുടെ അകതാരിൽ ജഗദംബികയായ ഭവാനി ദേവിയുടെ മനോഹരമായ രൂപം പ്രകാശം പരത്തി. അങ്ങനെ തന്റെ കുഞ്ഞായിട്ട് മഹാദേവൻ തന്നെ അവതരിക്കുന്നതാണെന്ന് അറിഞ്ഞ, മഹാദേവന്റെ അംശം തന്നെ അവതരിക്കുമെന്ന് അറിഞ്ഞ ആ പത്നിക്ക്, മുനി പത്നിക്ക് വളരെയധികം സന്തോഷമാവുകയാണ്. അങ്ങനെ ദേവിയുടെ ഭവാനി ദേവിയുടെ ആ രൂപം തന്നെ ആ ഉള്ളില് ആ ദേവിയുടെ ആ മുനിപത്നിയായിട്ടുള്ള വസിഷ്മതിയുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. മഹിഷ്മതിയുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവുകയാണ്. ദിനങ്ങൾ കടന്നുപോയി. അത്യന്തം സുന്ദരമായ ഒരു ശിശു പിറവിയെടുത്തു. ഒരു ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണർ ഗർഭധാരണ കർമ്മം നിർവഹിച്ചു. അതോടെ ശുചിഷ്മതി ഗർഭിണിയായി. വിധിപ്രകാരം പുംസവന കർമ്മം നടത്തി. അങ്ങനെ ആ ദിവ്യനാരിയിൽ ഗർഭസ്പന്ദനം തുടങ്ങി. 8-ാം മാസം ആരംഭിച്ചപ്പോൾ സുഖപ്രസവത്തിനായും ഗർഭരൂപം സമൃദ്ധമാകുന്നതിനും വേണ്ടി നല്ല രീതിയിൽ സീമന്ത സംസ്കാരം നടത്തി. അനന്തരം നക്ഷത്രങ്ങൾ അനുകൂല സാഹചര്യത്തിൽ എത്തിയപ്പോൾ വ്യാഴം കേന്ദ്രത്തിൽ നിൽക്കുകയും ചെയ്ത ശുഭലഗ്നത്തിൽ ഭഗവാൻ ശ്രീ ശങ്കരൻ ശുചിഷ്മതിയുടെ ഗർഭത്തിൽ നിന്നും പുത്രരൂപത്തിൽ പ്രത്യക്ഷനായി. ചന്ദ്രന് തുല്യം മുഖകാന്തിയുള്ള കുഞ്ഞിന്റെ രൂപം ആരെയും കൊതിപ്പിക്കുന്നവയായിരുന്നു. ത്രിലോകവാസികൾക്കും എല്ലാ തരത്തിലും സുഖം പ്രദാനം ചെയ്യാൻ പോന്ന അത്ഭുത തേജസ്സോട് കൂടിയവനായിരുന്നു അവൻ. ആ ദിവ്യപുത്രന്റെ വരവോടെ നവീന കുസുമങ്ങളുടെ അവാജ്യമായ സുഗന്ധം ശേഖരിച്ചുകൊണ്ട് കുഞ്ഞിളം കാറ്റ് ഓടി വന്നു. പവനദേവൻ തന്റെ ഹസ്തങ്ങളിൽ വഹിച്ചുകൊണ്ടുവന്ന സുഗന്ധം അവിടെ സ്നേഹത്തോടെ വിതറിയിട്ടു. വെൺമേഘങ്ങൾ ദിക്കാകുന്ന ബന്ധുക്കളുടെ മുഖത്ത് വസ്ത്രമായി ഭവിച്ചു. അഷ്ടദിക് പാലകന്മാർ പുഷ്പവൃഷ്ടി നടത്തി അവരുടെ സന്തോഷം അറിയിച്ചു. ദേവന്മാർ ദുന്ദിഫികൾ മുഴക്കി. ദിക്കുകളെല്ലാം നിർമ്മലമായി. പക്ഷി മൃഗാദികൾ മംഗളം സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിച്ചു. പ്രസിദ്ധരായ ഋഷികളും മുനിമാരും ദേവന്മാരും യക്ഷന്മാരും കിന്നരന്മാരും വിദ്യാധരന്മാരും തുടങ്ങിയ എല്ലാവരും തന്നെ മംഗളസ്തുതികൾ പാടി വന്നു ചേർന്നു. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞ് ജനിക്കുകയാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ എല്ലാ ദേവന്മാരും എല്ലാവരും തന്നെ ദേവലോകത്തുള്ളവരും മറ്റുള്ള അപ്സരസുകള്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, കിന്നരന്മാര്, അങ്ങനെയുള്ളവര്, അങ്ങനെ ആരൊക്കെ ഉണ്ടോ എല്ലാവരും തന്നെ വളരെയധികം സന്തോഷഭരിതരാവുകയാണ്. അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചതോടുകൂടി കുഞ്ഞിന് അവര് പുഷ്പവൃഷ്ടിയൊക്കെ നടത്തുകയാണ്. അങ്ങനെ വളരെയധികം സന്തോഷചിത്തരാവുകയാണ് എല്ലാ ദേവന്മാരും. ബ്രഹ്മദേവൻ നവജാത ശിശുവിന്റെ ജാതക കർമ്മ സംസ്കാരം നിർവഹിച്ചു. ആ ബാലന്റെ രൂപവും വേദവിചാരവും നടത്തി. അവന് ഗൃഹപതി എന്ന് നാമകരണം ചെയ്തു.
അങ്ങനെ ബ്രഹ്മാവ് എന്ത് ചെയ്യുകയാണ്? ജാതക കർമ്മമെല്ലാം നിർവഹിക്കുകയാണ് ആ കുഞ്ഞിന്. അതിനുശേഷം ആ കുഞ്ഞിന് നാമധേയം നൽകുകയാണ്. ഗൃഹപതി എന്നുള്ള ഒരു നാമധേയമാണ് ആ കുഞ്ഞിന് നൽകുന്നത്. 12-ാം ദിവസം വിധി അനുസരിച്ച് ദേവമന്ത്രങ്ങൾ ഉരുക്കഴിച്ചുകൊണ്ട് അവനെ ഗൃഹപതി എന്ന് എല്ലാ പേരും വിളിച്ചു. അത് കഴിഞ്ഞ് എല്ലാ പേരും പിതാമഹനായ ബ്രഹ്മാവ് ചതുർവേദങ്ങളിലും പറഞ്ഞിട്ടുള്ള ആശീർവാദ മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് അവനെ അഭിനന്ദിച്ചു. അതിനുശേഷം ഹംസാരൂഢനായി അദ്ദേഹം സത്യലോകത്തേക്ക് പോയി. ലോകാചാര മര്യാദ എന്ന നിലയിൽ ശ്രീ ശങ്കരനും അവിടെ എഴുന്നള്ളി. അദ്ദേഹം കുഞ്ഞിന് രക്ഷാകവചം നടത്തി മടങ്ങി. ഭഗവാൻ വിഷ്ണുവും ദേവന്മാരും മുനിമാരും ദിവ്യപുത്രനെ പ്രശംസിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് സ്വഭവനങ്ങളിലേക്ക് മടങ്ങി. അതിനുശേഷം ബ്രാഹ്മണർ എല്ലാ സംസ്കാരങ്ങളും നടത്തി കുമാരനെ വേദാധ്യയനം ചെയ്യിച്ചു. അങ്ങനെ 9 വർഷങ്ങൾ കടന്നുപോയി. മാതാപിതാക്കളുടെ ശുശ്രൂഷയിൽ ഏറെ തൽപരനായിരുന്ന ഗൃഹസ്പതിയെ കാണാൻ നാരദ മഹർഷി എത്തി. മാതാപിതാക്കൾക്കൊപ്പം ഗൃഹപതിയും മഹർഷിയെ ആദരവോടെ നമസ്കരിച്ചു. സംപ്രീതനായ നാരദൻ ബാലന്റെ ഹസ്തരേഖ നോക്കി ഫലം പറയാനൊരുങ്ങി. അദ്ദേഹം പറഞ്ഞു, ഏ മഹാനായ വിശ്വാനര, ഞാൻ അങ്ങയുടെ പുത്രന്റെ ലക്ഷണങ്ങൾ പറയാം, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ നാരദമുനി എന്ത് ചെയ്യുകയാണ്? നാരദമുനി അവിടെ വരികയാണ് കൈലാസത്തില്. അപ്പോഴേക്കും കൈലാസത്തിലല്ല, മുനിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും കുഞ്ഞിനെ കാണുകയാണ്. കുഞ്ഞു ഉടനെ തന്നെ എന്ത് ചെയ്യുകയാണ്? നാരദമുനിയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ നാരദമുനി എന്ത് ചെയ്യുകയാണ്? ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ, ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഇവൻ ഭാഗ്യവാനാണ്, ഇവന്റെ കാര്യങ്ങൾ, ജാതകത്തിലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ആര് പറയുകയാണ്? നാരദ മഹർഷി പറയുകയാണ്. ഹേ മഹാനായ വിശ്വാനര, ഞാൻ അങ്ങയുടെ പുത്രന്റെ ലക്ഷണങ്ങൾ പറയാം, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളുടെ ഈ മകൻ വളരെ ഭാഗ്യവാനാണ്. ഇവന്റെ അംഗങ്ങളെല്ലാം ശുഭലക്ഷണങ്ങൾ തന്നെ ഉള്ളവയാണ്. സർവഗുണ സമ്പന്നനും ചന്ദ്രന് തുല്യം നിർമ്മലനും കലകളാൽ ഇവൻ സുശോഭിതനുമാണ്. ഇത്രയുമാണ് ഇവന്റെ വിശേഷ ഗുണങ്ങൾ. എന്നാൽ ഒരു ആപത്ത് കാണുന്നുണ്ട്. ഇവന്റെ 12-ാമത്തെ വയസ്സിൽ ഇടിമിന്നൽ അഥവാ അഗ്നിമുഖേന കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. എന്നാൽ വരാനിരിക്കുന്ന ഈ ആപത്തിൽ നിന്നും ഗൃഹപതിയെ രക്ഷിക്കാൻ ബ്രഹ്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ പറയുകയാണ്, ഈ കുഞ്ഞ് വളരെയധികം ഭാഗ്യവാനാണ്. ഈ കുഞ്ഞിന് സർവഗുണ സമ്പന്നനാണ്. അതുപോലെ തന്നെ ചന്ദ്രന് തുല്യം നിർമ്മലനും സകല കലകളിലും സുശോഭിതനും. അതുപോലെ തന്നെ ഇവന് വളരെയധികം വിശേഷ ഗുണങ്ങളെല്ലാം ഉണ്ടെന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അത് വേറൊന്നുമല്ല, ഇവന്റെ 12-ാമത്തെ വയസ്സില് ഇടിമിന്നല് അഥവാ അഗ്നിമുഖേനയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഇവനെ ബ്രഹ്മദേവന് മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണ്. ഇപ്രകാരം ഫലപ്രവചനം നടത്തിയ ശേഷം നാരദ മഹർഷി അവിടെ നിന്നും പോയി. നാരദന്റെ പ്രസ്താവന കേട്ട വിശ്വാനരനും ശുചിഷ്മതിയും ഞെട്ടിത്തെറിച്ചു. തന്റെ മകന്റെ ദുർവിധി അറിഞ്ഞ് ആ മാതാവ് പൊട്ടിക്കരഞ്ഞു. പുത്രശോകത്താൽ പരിഭ്രാന്തരായ ആ മാതാപിതാക്കൾ മോഹാലസ്യത്തിൽ ആണ്ടു. അച്ഛനമ്മമാരുടെ തീവ്ര ദുഃഖം കണ്ട ഗൃഹസ്പതി പറഞ്ഞു, മാതാശ്രീ, പിതാശ്രീ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ദുഃഖിക്കുന്നത്? നിങ്ങളുടെ പാദപംസുക്കൾ കൊണ്ട് ഞാൻ ശരീര രക്ഷ ചെയ്യുന്നിടത്തോളം കാലം കാലന് പോലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പിന്നെ നിസാരമായ ചഞ്ചലവും തുച്ഛവുമായ മരണത്തിന്റെ കാര്യത്തിൽ ദുഃഖിക്കുന്നത് ശരിയാണോ? എന്റെ മാതാപിതാക്കൾ ഇനി എന്റെ പ്രതിജ്ഞയെ കുറിച്ച് അറിയുക. അങ്ങനെ ഈ ഒരു വിവരം കേട്ടിട്ട്, ഈ ഒരു കാര്യം കേട്ടിട്ട് ആ അച്ഛനും അമ്മയും വളരെയധികം വിഷമിക്കുകയാണ്. അപ്പോൾ ആ പുത്രൻ അച്ഛനും അമ്മയോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? എന്നെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, എനിക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ധർമ്മിഷ്ഠനും സാത്വിക ഗുണങ്ങളുമുള്ള നിങ്ങളുടെ മകനാണെങ്കിൽ കാലൻ പോലും പേടിച്ചോടുന്ന വിധത്തിലുള്ള കർമ്മം ഞാൻ ചെയ്യുന്നതാണ്. സജ്ജനങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്ന സർവജ്ഞനായ മൃത്യുഞ്ജയനെ വിധിപ്രകാരം ആരാധിച്ച് മഹാകാലനെ പോലും ഞാൻ ജയിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞത് സത്യമായി ഭവിക്കുന്നതാണ്. അപ്പോ എന്നിട്ട് പറയുകയാണ്, എന്ത് ധർമ്മിഷ്ഠനും സാത്വിക ഗുണങ്ങളുമുള്ള നിങ്ങളുടെ മകനാണെങ്കിൽ, നിങ്ങൾ ധർമ്മിഷ്ഠരും അതുപോലെ സാത്വിക ഗുണങ്ങളും ഉള്ളവരുടെ മകനാണ് ഞാനെന്നുണ്ടെങ്കിലും ഞാൻ എന്തായിരിക്കും? കാലൻ പോലും പേടിച്ചോടുന്ന വിധം, അതായത് ആ കാലൻ പോലും പേടിച്ചോടുന്ന വിധത്തിലുള്ള കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നതാണ്. സജ്ജനങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രദാനം ചെയ്യുന്നതാണ്. അതുപോലെ സർവജ്ഞനായ മൃത്യുഞ്ജയനെ സർവജ്ഞനായ എന്ന് പറഞ്ഞാൽ മഹാദേവനെ വിധിപ്രകാരം ആരാധിച്ചുകൊണ്ട് മഹാകാലനെ പോലും ഞാൻ ജയിക്കുന്നതാണ്.
ഞാൻ ഈ പറഞ്ഞത് സത്യമായി ഭവിക്കുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പൊ ആ കാലനെ പോലും ജയിക്കുന്നവനായിട്ട് ഞാൻ മാറും അമ്മ അച്ഛ എന്ന് ആ കാലനെ പോലും ജയിക്കുന്നവനായിട്ട് ഞാൻ മാറുമെന്ന് പറയുകയാണ്. പുത്രവിപത്തിനെ കുറിച്ച് ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്ന ആ മാതാപിതാക്കൾ ഗൃഹപതിയുടെ വാക്കുകൾ കേട്ട് ആശ്വാസം കൊണ്ടു. അവർ പറഞ്ഞു, വാത്സല്യനിധിയായ പുത്ര, നീ ഭഗവാൻ സദാശിവനെ ആശ്രയിക്കുക. ഭക്തവത്സലനായ ശ്രീരുദ്രൻ നിന്റെ പ്രാർത്ഥന തീർച്ചയായും കേൾക്കുന്നതാണ്. മാതാപിതാക്കളുടെ നിർദ്ദേശം അനുസരിച്ച് ഗൃഹപതി അവരെ നമസ്കരിച്ച ശേഷം അവരെ പ്രദക്ഷിണം ചെയ്ത് പല ആശ്വാസ വചനങ്ങളാൽ സന്തോഷിപ്പിച്ചതിനു ശേഷം ആശ്രമത്തിൽ നിന്നും പുറപ്പെട്ടു. അദ്ദേഹം മണികർണികയിലെത്തി അവിടെ വിധിപ്രകാരം സ്നാനകർമ്മം നിർവഹിച്ച് ഭഗവാൻ വിശ്വനാഥനെ ദർശിച്ചു. അതിനുശേഷം ബുദ്ധിമാനായ ഗൃഹപതി പരമാനന്ദത്തിൽ മനോരഥത്തെ ചേർത്ത് ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഈ സദാശിവലിംഗം തീർച്ചയായും ആനന്ദം നൽകുന്നത് തന്നെയാണ്. ഇതിലൂടെ സർവ്വവ്യാപിയായ ജഗദീശ്വരനെ ദർശിക്കാനും. ഇപ്രകാരം ഗൃഹപതി ഒരു ശുഭദിവസം സകലർക്കും നന്മ ചൊരിയുന്ന ശിവലിംഗം സന്ദർശിച്ചു. പവിത്രമായ ഗംഗാജലം നിറച്ച 108 കലശങ്ങൾ കൊണ്ട് ഭഗവാൻ ശങ്കരന് അഭിഷേകം നടത്തി. തുടർന്ന് ഋഷിമാർക്ക് പോലും ദുഷ്കരമായ കഠിനമായ അനുഷ്ഠാനങ്ങൾ നടത്തി. ഇങ്ങനെ ശിവനിൽ മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ട് ഗൃഹപതി 1 വർഷം കഠിന തപസ്സിൽ ഏർപ്പെട്ടു. വീണ്ടും അത് തുടർന്നു. അങ്ങനെ ഗൃഹസ്പതി എന്ത് ചെയ്യുകയാണ്? ഒരു കഠിനമായിട്ടുള്ള തപസ്സിൽ ഏർപ്പെടുകയാണ്. ഇപ്രകാരം ഗൃഹപതിക്ക് 12 വയസ്സ് തികഞ്ഞപ്പോൾ നാരദൻ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഓർത്തു. ഈ സമയം ഇന്ദ്രൻ ഗൃഹപതിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു: ഹേ ബ്രാഹ്മണകുമാര, നാം ഇന്ദ്രനാണ്. നിങ്ങളുടെ വ്രതത്തിൽ സന്തുഷ്ടനായാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് വരമാണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുക. ഗൃഹപതി പറഞ്ഞു: താങ്കളോട് വരം ചോദിക്കാൻ ഞാൻ എന്തിനു മുതിരണം? എനിക്ക് നിങ്ങളുടെ വരം ആവശ്യമില്ല. കാരണം ഞാൻ താങ്കളെ തപസ് ചെയ്തിട്ടില്ല. ഞാൻ പരമേശ്വരന്റെ കൃപ ആഗ്രഹിച്ചാണ് പ്രാർത്ഥിച്ചത്. അപ്പോ ഇങ്ങനെ കഠിന തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ ഗൃഹസ്പതി വരുന്നത്. ഗൃഹസ്പതി വന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്തെങ്കിലും വരം വേണോന്ന്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ അങ്ങനെയല്ലല്ലോ ഞാൻ തപസ് ചെയ്തത്. ഞാൻ തപസ് ചെയ്തത് ആ മഹേശ്വരനെ അല്ലേ എന്ന് ഉള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ ഞാൻ വരം സ്വീകരിക്കുള്ളൂ. അപ്പൊ ആ ശ്രീ പരമേശ്വരനിൽ നിന്ന് മാത്രമേ ഞാൻ വരം സ്വീകരിക്കുകയുള്ളൂ എന്ന് ഗൃഹസ്പതിയോട് പറയുകയാണ്. ഗൃഹസ്പതിയുടെ വാക്കുകൾ കേട്ട ഇന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ഗൃഹസ്പതി ഇന്ദ്രനോട് പറയുകയാണ് കേട്ടോ. ഇന്ദ്രനാണ് അവിടെ വരുന്നത്. അപ്പൊ ഗൃഹസ്പതി പറയുകയാണ്, ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മഹാദേവനെയാണ്. അതുകൊണ്ട് മഹാദേവനിൽ നിന്ന് മാത്രമേ ഞാൻ വരം സ്വീകരിക്കുകയുള്ളൂ. അങ്ങയിൽ നിന്ന് ഞാൻ വരം സ്വീകരിക്കുകയില്ല എന്ന് ഈ ഗൃഹസ്പതി ഇന്ദ്രനോട് പറയുകയാണ്. അപ്പോൾ ഇന്ദ്രൻ പറയുകയാണ്, ഹേ ഗൃഹപതി, നീ കുഞ്ഞായത് കൊണ്ടാണ് നിനക്ക് ദേവന്മാരുടെ വലിപ്പം അറിയാൻ കഴിയാത്തത്. ദേവന്മാരുടെ അധിപനാണ് ഞാൻ. ശങ്കരൻ എന്നെക്കാൾ എത്രയോ നിസാരനാണ്. എനിക്ക് ഈ ത്രിലോകത്തിലും സാധിക്കാത്തതായി ഒന്നും തന്നെയില്ല. അതിനാൽ നേരം കളയാതെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കൊള്ളുക. ഇന്ദ്രന്റെ അഹംഭാവത്തോടെയുള്ള വാക്കുകൾ ഗൃഹപതിയെ കോപാകുലനാക്കി. അദ്ദേഹം ഇന്ദ്രനോട് പറഞ്ഞു, അത് ശരി, നിങ്ങൾ പരമേശ്വരനേക്കാൾ വലിയവനാണല്ലേ. നിങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിരിക്കുന്നു. അഹല്യയുടെ പാതിവൃത്യം നശിപ്പിച്ചതാണോ നിങ്ങളുടെ യോഗ്യത? നിങ്ങൾ ഇനി യാതൊന്നും ഉരിയാടാതെ പോകുന്നതാണ് നല്ലത്. പരമാത്മാവായ ശ്രീ പരമേശ്വരനോടല്ലാതെ ഞാൻ മറ്റാരോടും വരം ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗൃഹപതിയുടെ വാക്കുകൾ ഇന്ദ്രന് സഹിക്കാനായില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ കോപം അധികരിച്ചു. ഉടനെ തന്റെ ഉഗ്രമായ വജ്രായുധമെടുത്ത് ആ ബാലനെ ഭയപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. തൽക്ഷണം ഗൃഹപതി നാരദന്റെ വാക്കുകൾ ഓർക്കുകയും ബോധശൂന്യനായി നിലം പതിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ കാരുണ്യവാരിധിയായ ശംഭു അവിടെ സാന്നിധ്യം കൊണ്ടു. ശ്രീ ശങ്കരൻ തന്റെ മൃദുസ്പർശത്താൽ ഗൃഹപതിയെ ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, അപ്പോ ഗൃഹപതി ഇങ്ങനെ പറയുകയാണ്, ഞാൻ പരമേശ്വരനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പരമേശ്വരനിൽ നിന്ന് മാത്രമേ ഞാൻ വരം സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ അഹല്യ പോലുള്ള അഹല്യയുടെ പാതിവൃത്തെയൊക്കെ നശിപ്പിച്ച അങ്ങയെ പോലുള്ള ഒരാളിൽ നിന്ന് എനിക്ക് യാതൊരു വരവും വേണ്ട എന്ന് ഇന്ദ്രനോട് പറയുകയാണ്. അപ്പൊ ഇന്ദ്രൻ വളരെയധികം കോപാകുലനാകുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഗൃഹപതി എന്ത് ചെയ്യുകയാണ്? ഗൃഹപതി ബോധം കെട്ട് വീഴുകയാണ്. അപ്പോഴേക്ക് അവിടെ ശ്രീ ശങ്കരൻ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഈ കുഞ്ഞിനെ എണീപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഗൃഹപതിയോട് പറയുകയാണ്, കുഞ്ഞെ, നീ എഴുന്നേൽക്കുക. നിനക്ക് സർവ്വമംഗളങ്ങളും ഭവിക്കട്ടെ.
മെല്ലെ നയനങ്ങൾ തുറന്ന് എഴുന്നേറ്റ ഗൃഹപതി 1000 സൂര്യപ്രഭയെ വില്ലുന്ന വിധത്തിൽ തന്റെ മുന്നിൽ നിൽക്കുന്ന ശംഭുവിനെയാണ് കണ്ടത്. അങ്ങനെ ഗൃഹപതി കണ്ണു തുറന്നപ്പോ എന്താണ് 1000 സൂര്യപ്രഭയാൽ തന്റെ മുന്നിൽ നിൽക്കുന്ന ആ മഹാദേവനെയാണ് ഗൃഹപതി കാണുന്നത്. ശ്രീ ശങ്കരന്റെ നെറ്റിയിൽ 3-ാം കണ്ണ് ജ്വലിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീ ശങ്കരന്റെ നെറ്റിയിൽ എന്താണ് 3-ാം കണ്ണ് ജ്വലിക്കുന്നുണ്ടായിരുന്നു. കഴുത്തിൽ നീലനിറം വ്യക്തമായി. ഇടതുഭാഗത്ത് ഉമാദേവി മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇടതുഭാഗത്ത് എന്താണ് ഉമാദേവി, ശ്രീ പാർവതി ദേവി മന്ദഹസിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചന്ദ്രചൂടന്റെ അത്ഭുത കാന്തി കണ്ട ബാലൻ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചു. മഹേശ്വരൻ പുഞ്ചിരി തൂക്കി നിൽക്കുന്നത് അത്യന്തം വശ്യതയോടെ ആയിരുന്നു. ഭഗവാൻ പറഞ്ഞു, ഹേ ഗൃഹപതി, ഇന്ദ്രന്റെ തന്ത്രങ്ങൾ കണ്ടപ്പോൾ നീ ഭയപ്പെട്ടു പോയി അല്ലേ? ഇന്ദ്രൻ എന്നല്ല, യമന് പോലും നിന്നെ ഒന്നും ചെയ്യാനാവില്ല. നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെയാണ് ഇന്ദ്രന്റെ വേഷത്തിൽ വന്നത്. ആ പരീക്ഷണത്തിൽ നീ വിജയം കൈവരിച്ചിരിക്കുന്നു. അതിനാൽ നാം നിനക്കിതാ വരം നൽകുന്നു. ഇന്നു മുതൽ നിനക്ക് അഗ്നിയുടെ സ്ഥാനം ലഭിക്കുന്നതാണ്. സകല ദേവന്മാർക്കും വരം നൽകാൻ നീ പ്രാപ്തനായിരിക്കും. സകല പ്രാണികളിലും ജഡരാഗ്നി രൂപത്തിൽ നീ വർത്തിക്കുന്നതാണ്. അങ്ങനെ പറയുകയാണ്, ഇന്നു മുതൽ നിനക്ക് അഗ്നിയുടെ സ്ഥാനമായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ തന്നെ സകല ദേവന്മാർക്കും വരം നൽകാൻ നിനക്ക് കഴിവുള്ളവനായിരിക്കും. അതുപോലെ സകല പ്രാണികളിലും ജഡാഗ്നി രൂപത്തില്, എല്ലാ പ്രാണികളിലും ജഡാഗ്നി രൂപത്തില് നീ വർത്തിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ദിക്പാലകൻ എന്ന നിലയിൽ നിനക്ക് ഇന്ദ്രനും യമനും മധ്യേ സ്ഥാനം ലഭിക്കുന്നതാണ്. ദിക്പാലകൻ എന്നുള്ള പേരില് നിനക്ക് ഇന്ദ്രനും യമദേവനും മധ്യേ നിനക്ക് സ്ഥാനം ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുകയാണ്. നീ സ്ഥാപിച്ചതായ ശിവലിംഗം അഗ്നീശ്വരൻ എന്ന നാമത്തോടെ പ്രസിദ്ധമാകുന്നതാണ്. അപ്പം നീ സ്ഥാപിച്ച ശിവലിംഗം അഗ്നീശ്വരൻ എന്നുള്ള നാമധേയത്തില് പ്രസിദ്ധമാകുന്നതായിരിക്കും. അത് എല്ലാ തരത്തിലുള്ള തേജസ് വളർത്തുന്നതായി ഭവിക്കും. ഇടിമിന്നൽ, അഗ്നി തുടങ്ങിയവയിൽ നിന്ന് നിനക്കൊരിക്കലും ഭയം ഉണ്ടാകുന്നതല്ല. അഗ്നീശ്വരലിംഗം ഭക്തന്മാർക്ക് ഒരിക്കലും അഗ്നിബാധയോ അകാല മരണമോ ഉണ്ടാക്കുന്നതല്ല. ഈ ലിംഗത്തെ വേണ്ട വിധത്തിൽ പൂജിക്കുന്ന ഭക്തന്മാർക്ക് സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. ഇപ്രകാരം പ്രസ്താവിച്ച ശേഷം ഗൃഹസ്പതിയുടെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ആ അഗ്നിക്ക് ദിക്പാലക സ്ഥാനം നൽകി അഭിഷേകം നടത്തി. അതിനുശേഷം ഭഗവാൻ സ്വയം ആ ലിംഗത്തിൽ ലയിച്ചു ചേർന്നു. അന്നു മുതൽക്കാണ് അഗ്നി ബ്രാഹ്മണർക്ക് മംഗളകരമായി തീർന്നത്. മാത്രമല്ല, അഗ്നിയെ ഗുരുസ്ഥാനത്തും തീർത്ഥസ്ഥാനത്തും കാണാവുന്നതാണ്. കാരണം ഏത് അശുദ്ധ വസ്തുവും അഗ്നിയുടെ സമ്പർക്കം ഉണ്ടാകുന്നതോടെ പരമപവിത്രമായി തീരുന്നതാണ്. അപ്പം അഗ്നി എന്ന് പറഞ്ഞാൽ അത്രയും പരിശുദ്ധമാണ്. അപ്പൊ ഏത് അശുദ്ധി ഉള്ളതാണെങ്കിൽ അഗ്നിയിൽ ഹോമിക്കുന്നതോടെ അല്ലെങ്കിൽ അഗ്നി ഉണ്ടാകുന്നതോടുകൂടി അത് പരിശുദ്ധമായി തീരുന്നതാണ്, പരമപവിത്രമായി തീരുന്നതാണ്. പാവകൻ, അതിനാൽ നിന്നെ എല്ലാവരും പാവകൻ എന്ന പേരിലായിരിക്കും വിളിക്കുന്നത്. അതിനാൽ പാവകൻ എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുന്നത് എന്ന് പറയുകയാണ്. ശ്രീ പരമേശ്വരന്റെ തേജോമയമായ ദഹനശക്തിയുടെ മൂർത്തിയായിട്ടാണ് അഗ്നിയെ പൂജിക്കുന്നത്. പാവകനെ സൃഷ്ടിക്കുവാനും നിലനിർത്തുവാനും സംഹരിക്കുവാനുമുള്ള വിശേഷ ഗുണങ്ങളുണ്ടെന്നും ഭക്തന്മാർ അറിഞ്ഞിരിക്കേണ്ട സത്യമാണ്. അഗ്നിദേവന്റെ കാരുണ്യം കൊണ്ടാണ് വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ധൂപം, നൈവേദ്യം, നെയ്യ്, തൈര് മുതലായവ ദേവന്മാർക്ക് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് അനുഭവിക്കാൻ ഇടയാകുന്നതും അഗ്നിയുടെ സഹായത്താലാണ്. ഓംകാരപ്പൊരുളും പരബ്രഹ്മസ്വരൂപനും ജഗൽപിതാവുമായ ശ്രീ പരമേശ്വരന്റെ സന്ദേശവാഹകനായിട്ടാണ് ഋഷീശ്വരന്മാർ അഗ്നിദേവനെ ആരാധിക്കുന്നത്. അഗ്നിദേവന്റെ പത്നിയായ സ്വാഹാദേവി ജഗദംബികയായ പാർവതിയുടെ അംശമായിട്ടാണ് കരുതപ്പെടുന്നത്. അഗ്നീശ്വരലിംഗം ശ്രീ ശങ്കരൻ പ്രകടിപ്പിക്കുന്നതിലൂടെ പാവക ജ്വാലയുടെ പരിശുദ്ധിയും അതിലൂടെ ജീവജാലങ്ങൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളും അപാരമാണ്. ശ്രീ ശംഭു അഗ്നീശ്വരലിംഗം ആരാധനയ്ക്കായി പ്രകടിപ്പിക്കുന്നത് സ്വാത്വികമായ ചിന്താധാരയെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അപ്പം ശ്രീ ശംഭു ഈ അഗ്നീശ്വര ലിംഗത്തെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? സാത്വികമായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് അഗ്നീശ്വര ലിംഗത്തെ ഭഗവാൻ പ്രാർത്ഥിക്കുന്നത്, അതിനെ ആരാധിക്കുന്നത്. അഗ്നിയുടെ സാന്നിധ്യം ഇല്ലാതിരുന്നാലുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ പ്രേരിതരായാൽ ജീവിതം തന്നെ അത്യന്തം അപകടത്തിലാകുമെന്ന് പരമാർത്ഥം വെളിപ്പെടുത്തുന്നതാണ്. അപ്പം അഗ്നി ഇല്ല എന്നുണ്ടെങ്കിൽ, വെളിച്ചമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ താറുമാറാവുന്നതാണല്ലേ. അപ്പൊ അഗ്നിക്ക് അത്രയും പ്രാധാന്യം ഉള്ളതാണ്. അശുദ്ധ വസ്തുക്കളെ ദഹിപ്പിച്ച് ശുദ്ധമാക്കാതിരുന്നാൽ ലോകം തന്നെ ജീർണിച്ചു പോകാൻ അധിക കാലം വേണ്ടിവരില്ല. ഏത് ദുർഗന്ധ വസ്തുവിനെയും ദഹിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് പാവകന്റെ ശക്തിയാലാണ്. അപ്പൊ ഈ പാവകന്റെ ശക്തിയാലാണ്, ശിവാംശമായിട്ടുള്ള ഈ പാവകന്റെ ശക്തിയാലാണ് അഗ്നി ശക്തി ഉണ്ടാവുന്നത്. അങ്ങനെ ആ അഗ്നിയിൽ നിന്നാണ് എല്ലാം ജ്വലിച്ച് അതിനെ ഭസ്മമാക്കുന്നത്. അത് എന്താ പറയാ, അതിന്റെ അശുദ്ധികളെല്ലാം ഇല്ലാതാക്കി തീർക്കുന്നത്.
അതിനാൽ അഗ്നിയുടെ ഭാഗത്തു നിന്നും ജീവജാലങ്ങൾക്കുണ്ടാകുന്ന വരപ്രസാദം അനിർവചനീയവും അത്യത്ഭുതവുമാണ്. ശ്രീ പരമേശ്വരന്റെ അപാരമായ ചൈതന്യം തന്നെയാണ് അഗ്നീശ്വര ലിംഗത്തിലൂടെ വെളിപ്പെടുന്നത്. 5 ഭാവങ്ങളാണ് അഗ്നിക്കുള്ളത്. ഈ പഞ്ചാഗ്നിയുടെ പ്രഭാവത്താലാണ് ലോകം പ്രകാശമാനമാകുന്നത്. മനുഷ്യ ശരീരത്തിലുള്ള അഗ്നിയുടെ സഹായത്താലാണ് ആഹാരം ദഹിപ്പിക്കപ്പെടുന്നത്. ശ്രീശങ്കരൻ അകത്തും പുറത്തുമായി സർവ്വവ്യാപിയായിരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ തേജോരൂപമായ പാവകനും സർവ്വവ്യാപിത്വമുണ്ട്. അതിനാൽ അഗ്നിദേവനെയും ഭക്തർ ഭക്തിപൂർവ്വം നമസ്കരിക്കണം. അഗ്നിയെ പ്രസാദിപ്പിക്കുന്നതിലൂടെ ശ്രീ പരമേശ്വരന്റെ കൃപയ്ക്ക് ഭക്തർ പാത്രമായി തീരുന്നതാണ്. അപ്പോൾ അഗ്നിദേവനെ, അഗ്നിയെ പ്രകാശിപ്പിക്കുന്ന, അഗ്നിയെ പ്രസാദിപ്പിക്കുന്നതിലൂടെ തന്നെ മഹാദേവനെയും മഹാദേവന്റെ ശ്രീ പരമേശ്വരന്റെ കൃപയ്ക്ക് നമ്മൾ എല്ലാവരും പാത്രമായി തീരുന്നതാണ്. അപ്പൊ ഇതാണ് പവനന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇദ്ദേഹം തന്നെയാണ് ഈ കാലഭൈരവനും. അപ്പൊ ഇദ്ദേഹം തന്നെയാണ് ഭഗവാന്റെ ജടയിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് പറയുന്ന കാലഭൈരവ അവതാരം. അങ്ങനെ വന്നിട്ടാണ് നിങ്ങൾക്കറിയാം ദക്ഷന്റെ യാഗമൊക്കെ നശിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു അത്രയും അത്രയും തേജോമയമായിട്ടുള്ള ഒരു അവതാരമാണ് ഈ കാലഭൈരവ അവതാരം, അല്ലെങ്കിൽ ഈ പാവകന്റെ അവതാരം എന്ന് പറയുന്നത്. അഗ്നീശ്വര ലിംഗം, ആ അഗ്നീശ്വര ലിംഗത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അവതാരം എന്ന് പറയുന്നത്. ഹര ഹര മഹാദേവ. സർവം ശ്രീ മഹാദേവാർപ്പണമസ്തു. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനേപാ പ്രകൃതേ സ്വഭാവാ കരോമി യഗിൽ സഗതം പരസ്മൈ തസ്മൈ ശ്രീ മഹാദേവായ സമർപ്പയാമി. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാദം വിദിതമവിദിതം വാ സർവമേതൽക്ഷമസ്വ. ജയ ജയ കരുണാബ്ജേ ശ്രീ മഹാദേവായ സമർപ്പയാമി. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. അപ്പൊ എല്ലാവരും ഇത് മനസ്സിലാക്കുക. അപ്പൊ ഭഗവാൻ ഒരുപാട് അവതാരങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട അവതാരമാണിത്. അപ്പൊ ഈ കാലഭൈരവ അവതാരത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ലതാണ്. നമ്മുടെ നമുക്ക് പരിശുദ്ധി ഉണ്ടാവും. അതായത് അഗ്നി എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ആ പരിശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മുടെ സകല ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ഭഗവാനെ പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് ഭഗവാന്റെ നാമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം. പക്ഷെ എനിക്ക് അതിന് മുമ്പ് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് റീസെൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം പെൺകുട്ടികളുടെ കാര്യം തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഓരോ പെൺകുട്ടിയായാലും ഏത് പെൺകുട്ടികളായാലും ശരി തന്നെ, അപ്പോൾ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ചില പയ്യന്മാരെ ഇഷ്ടപ്പെടും അല്ലേ. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കാലഘട്ടത്തിലുള്ള പയ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് അത്രയും കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. അവരെന്താ പറയുക, അവരുടെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും അവർ ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നത്. ചില പെൺകുട്ടികളും തിരിച്ചങ്ങനെയാണ്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അപ്പം സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ അത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന പയ്യന്മാർ അല്ലെങ്കിൽ അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിയുമ്പോൾ അവർ പൊടിയും തട്ടി പോകും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള കുട്ടികൾ തലമുറ എന്ന് പറഞ്ഞാൽ വളരെയധികം അങ്ങനെ ഒരു ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പൊ അത് വളരെയധികം സൂക്ഷിക്കുക, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി പോവാന്നുള്ളതാണ്. കാരണം നമുക്ക് അറിയാൻ കഴിയില്ല ആരാണ് നല്ലവർ, ആരാണ് കൊള്ളാത്തവർ, ആരാണ് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് എന്നുള്ളത്. പക്ഷെ ഈ കാലത്ത് പ്രേമം പ്രണയം എന്നൊക്കെ പറയുന്ന ആരും അങ്ങനെ എപ്പോഴും കൂടെ ഉണ്ടാവില്ല. മനസ്സിലായോ? അവർ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരവരുടെ കാര്യം നോക്കി പോകും. അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം മാത്രമായിരിക്കും പെൺകുട്ടികളോട് കാണിക്കുന്നത്. അവരുടെ കാര്യം കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം കൊണ്ട് കറങ്ങി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അത് മടുത്തു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഇത് വേണ്ടെന്ന് തോന്നുമ്പോൾ അവർ കളഞ്ഞിട്ടിട്ട് പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഓരോ പെൺകുട്ടികൾ വളരെയധികം വിഷമിക്കുകയും അവരതിൽ ഒരുപാട് ആങ്സൈറ്റീസ്, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെ ഓരോരുത്തർ കൗൺസിലിങ്ങിന് വരുന്നവർ തന്നെയും വളരെയധികം എന്താ പറയാ പല പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വളരെയധികം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയി. അതുകൊണ്ട് സൂക്ഷിക്കുക. എനിക്ക് പെൺകുട്ടികളോടായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്, നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അതുകൊണ്ട് ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഏതൊരു ലവ് ആയിട്ടുള്ളതായ പ്രണയം ആയാലും അത് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നമ്മൾ നോക്കി വേണം തിരഞ്ഞെടുക്കാൻ. ഇനി പ്രണയിച്ചില്ലെങ്കിലും സാരമില്ല എന്ന് കരുതുക. കാരണം നമുക്ക് ഈ കാലത്ത് അങ്ങനെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ഉള്ള പ്രണയങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ വിരളമാണ്. എല്ലാവരും മിക്കവരും എന്താണ് അവരുടെ ബോഡി മാത്രം, അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ ബോഡി സൗന്ദര്യം, ആ ആകാര വടിവ് അല്ലെങ്കിൽ ആ സൗന്ദര്യം, ബോഡിയിലോടുള്ള ആ ഒരു താല്പര്യത്തിൽ മാത്രമാണ് അവർ ഇഷ്ടപ്പെടുന്നത് പയ്യന്മാർ. അല്ലാതെ ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് വളരെ വിരളമാണ്. വളരെ ചുരുക്കം പയ്യന്മാർ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ എന്താ പറയാ ജീവിതകാലം മുഴുവൻ സ്നേഹിച്ച് അല്ലെങ്കിൽ പ്രണയിച്ച് പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കുന്ന അങ്ങനെയൊക്കെയുള്ള വിരളമാണ്. അപ്പൊ ഈ പെൺകുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ ഒരാളെ പ്രണയിക്കും. അപ്പൊ ഇവൻ കുറെ നാൾ കൊണ്ട് നടക്കും. അവന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ പൊടി തട്ടി പോവും. അപ്പൊ ഈ കുട്ടിക്ക് പിന്നീട് വളരെയധികം വിഷമാവും, വളരെയധികം ആങ്സൈറ്റീസ് ഒക്കെ ഉണ്ടാവും. അന്നേരം ഈ കുട്ടി എന്ത് ചെയ്യും? വേറൊരാളെ ഇഷ്ടപ്പെടും. മനസ്സിലായോ? വേറൊരു പുരുഷനെ, വേറൊരു ബോയെ പ്രണയിക്കും. അതും ഇതുപോലെ തന്നെ ചെയ്തിട്ട് പോകും. പിന്നെയും ഇതാകുമ്പോൾ അടുത്ത ഒരാളെ അങ്ങനെ എന്താ പറയാ വഴിതെറ്റിയ സഞ്ചാരം, അല്ലെങ്കിൽ അങ്ങനെ ആയി അവസാനം എന്താ പറയാ ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ എത്തുന്ന അവസ്ഥ. ചില പെൺകുട്ടികൾ ഇതിനിടയിൽ വിവാഹം കഴിച്ച് പോകുന്നവരും ഉണ്ട്. ചിലർ വിവാഹം കഴിക്കാതെ ഇതിൽ വിഷമിച്ച് നടക്കുന്നവർ. അപ്പൊ അങ്ങനെ എന്തിനാണ്? അപ്പൊ നമ്മൾ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സ്ട്രോങ് ആവുക. നമുക്ക് ഒരാൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു അനുഭവം കൊണ്ട് പഠിക്കുക, അല്ലെങ്കിൽ 2 അനുഭവം കൊണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? വീണ്ടും ആ തെറ്റിലോട്ട് പോവാതിരിക്കുക. മനസ്സിലായോ? അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും എനിക്ക് തരാനുള്ള ഒരു ഉപദേശമാണ്. കാരണം ഇപ്പോഴുള്ള പണ്ട് കാലങ്ങളിലുള്ള ആൺകുട്ടികളെ പോലുള്ള ആൺകുട്ടികളല്ല കൂടുതലും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇരുന്ന് കരഞ്ഞ് മോങ്ങി വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചേച്ചി എനിക്ക് അങ്ങനെ എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് നമുക്കത് എങ്ങനെ അതിൽ നിന്ന് പറഞ്ഞു തരാനേ കഴിയുള്ളൂ. പക്ഷെ നമുക്കത് മാറ്റി ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിക്കാന്നുള്ളതാണ്. ആരും നമുക്ക് കണ്ണുടച്ച് വിശ്വസിക്കാൻ കഴിയും? നമുക്ക് അറിയില്ല. ഈ ലോകം അങ്ങനെയാണ്, ഈ കലികാലം അല്ലെങ്കിൽ ഈ ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇതിലേക്കും പോവാതിരിക്കുക. നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നേരായ വഴി കൂടി നമ്മൾക്ക് അത് സാധിക്കാൻ പറ്റുമെങ്കിൽ സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ വിട്ടുകളയുക. അത് ഭഗവാനിൽ ഏൽപ്പിക്കുക. നിങ്ങൾ ഭഗവാനിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവതിയിലാണെങ്കിൽ അങ്ങനെ ഭഗവതിയിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ വീട്ടുകാരും ചില ഒരുപാട് എല്ലാവർക്കും നല്ലത് വരണം, അല്ലെങ്കിൽ എല്ലാവരും നല്ലതായിട്ടിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുള്ള. അപ്പം നമ്മൾ ഒരാള് എന്താ പറയാ നമ്മൾ ഒരാള് അയാളുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അവരുടേതായുള്ള തപസ്, ധ്യാനം, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവർക്കും കൂടി അത് ഗുണമാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷെ അവരെന്താ വെച്ചാൽ അവര് നമ്മളെ ആർക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആർക്കൊക്കെ എത്രയൊക്കെ ഏതൊക്കെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നന്മ ഉണ്ടാവണമെന്ന് കരുതിയിട്ട് നമ്മൾ നിന്നിട്ടുള്ളത്, പക്ഷെ അവർ തന്നെ അവസാനം നമ്മളെ തിരിഞ്ഞു കുത്തുന്ന, അല്ലെങ്കിൽ അവർ തന്നെ നമ്മൾ തിരിച്ച് നമ്മൾ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥ വരും, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരും. മനസ്സിലായി? അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇനി ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ പോവാതിരിക്കുക. അവരുടെ ഗുണവും ഇല്ല ദോഷവും ഇല്ല ഒന്നുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അത് മാത്രമേ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അവരുടെ പാടായി അവർക്ക് എന്താ വരട്ടെ നമ്മൾ അവരെ ചിന്തിക്കാനേ പോകരുത്. ആ ഭാഗത്തേക്ക് നമ്മൾ പോകരുത്. ഹരഹര മഹാദേവ എന്ന് പറഞ്ഞിട്ട് ഓം നമഃശിവായ അത് പറയാം. നമുക്ക് ഒന്നും ചെയ്യാനില്ലെങ്കിൽ അവസാനം ഭഗവാന്റെ നാമം പറയാന്നുള്ളതാണ്. ഭഗവാനോട് പറയാ നമുക്കിനി ഇവർക്ക് വേണ്ടിയിട്ട് നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഇവരെയൊക്കെ നമ്മൾ ഒരുപാട് നന്നാക്കാൻ, ഇവർക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ എല്ലാവരും നമ്മളെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഇവരുടെ ഇടയിലേക്ക് നമ്മളെ ഇനി കൊണ്ടിടരുതേ ഭഗവാനെ എന്നുള്ളൊരു പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥന ചെയ്യാം. മനസ്സിലായോ? ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ട്, എത്ര ഉപദേശിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ എത്ര ഇത് സത്യം കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക്, അവരെ കൂടെ നമ്മളെ ഒറ്റപ്പെടുത്തിയവരെ കൂടെ ഇനി
ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഒരാള് വന്നിട്ട് ആ ആള് അല്ലെങ്കിൽ അയാൾ വന്നിട്ട് മറ്റുള്ള കുറേ പേര് നന്മയ്ക്ക് വേണ്ടിയിട്ട് അയാൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആ ആളെ എന്ത് ചെയ്യുന്ന മറ്റുള്ളവർ വെറും എന്താ പറയാ നിസാരമായിട്ട് കാണുകയും അവരെ എന്താ പറയാ ഇവർക്ക് എന്നിട്ട് അവർ ഈ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ഒന്നിനും പോവാതിരിക്കുക. അങ്ങനെയുള്ള ഒരു കാര്യമേ നമുക്ക് അറിയണ്ട, മനസ്സിലായോ? അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ ഒന്നും അറിയാതിരിക്കുക. അവര് വിട്ടുകളയാന്നുള്ളത്. അവരായി അവരുടെ പാടായി അവരുടെ കാര്യം നമുക്ക് അറിയണ്ട. അവര് നമുക്ക് സഹായിക്കുകയും വേണ്ട, നമുക്ക് അവർക്ക് നമുക്കൊന്നും കൊടുക്കാനും ഇല്ല, നമുക്ക് അവരിൽ നിന്നൊന്നും എടുക്കാനും ഇല്ല, നമുക്ക് അവരുടെ ഒരു ഇതും വേണ്ട എന്നുള്ള രീതിയിൽ പോവുക. മനസ്സിലായി? നമ്മുടെ മാത്രം കാര്യം നോക്കി നമ്മൾ ഭഗവാനെയും പ്രാർത്ഥിച്ച് നമ്മൾ പോവുക എന്നുള്ളത്, ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് മാത്രം ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ലൈഫ് കളഞ്ഞു, നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത് എന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ് അനുഭവം ഉണ്ടായിട്ടുള്ളെങ്കിൽ നമ്മൾ അത് വിട്ട് കളയാന്നുള്ളതാണ്. പിന്നീട് ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ആ ഭാഗം നമുക്ക് വേണ്ടാന്ന് അങ്ങനെ തീരുമാനിക്കുക. അത് ദേവിയോടായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക, ദേവി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവരുടെ ഇടയിലാണല്ലോ ഞാൻ ജനിച്ചു പോയത്, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്തവരാണല്ലോ, നമ്മളെ വീണ്ടും ഒറ്റപ്പെടുത്തുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന കുറെ പേരാണല്ലോ. പക്ഷെ ഇതിൽ നല്ലവരും ഉണ്ട്, എന്നാൽ കൂടുതലും എന്താ പറയാ അല്ലാതുള്ളവരാണ്. അപ്പം എന്തിനാണ് അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അവരുടെ കാര്യം നമുക്ക് അറിയണ്ട. നമ്മളെ അവരിൽ നിന്ന് മാറ്റുക. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ എല്ലാവരും ഒറ്റപ്പെടുത്തി, അതുകൊണ്ട് നമുക്ക് അവരുടെ കാര്യം ഇനി അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് നന്മ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്തതാ ദേവി എന്ന് നമുക്ക് മനസ്സിലേക്ക് ദേവിയോടായാലും ഭഗവാനോടായാലും നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്കറിയാം, ഇതിൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു രീതിയിൽ നന്മയുള്ളവരായിരിക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ആരായിക്കോട്ടെ, നിങ്ങളുടെ പരിസരത്തുള്ള നിങ്ങളുടെ അയൽവാസികളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കൊളീഗ്സ് ആയിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, സ്വന്തക്കാരായിക്കോട്ടെ, അല്ലാത്തൊരു ആരായും അവസാനം നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുക. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ എല്ലാ ഇതും കളഞ്ഞിട്ട് നിങ്ങൾ ത്യാഗങ്ങൾ സഹിച്ച് നിന്നത്, അവർ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളെ ചവിട്ടി തേക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ പിന്നെ നിങ്ങൾ അവിടെ നിൽക്കാൻ പാടില്ല. നിങ്ങൾ അത് റിജക്റ്റ് ചെയ്ത് കളയാന്നുള്ളതാണ്. അവരുടെ കാര്യം നമുക്ക് അറിയണ്ട. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്തു കൊടുക്കാൻ പോവാതിരിക്കുക. അവരുടെ ഒരു കാര്യം നമുക്കറിയണ്ട. അവർക്ക് എങ്ങനെയോ തൊളഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ എങ്ങനെയോ ജീവിച്ചു പോട്ടെ എന്ന് കരുതി അങ്ങ് പോവുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ വീണ്ടും അവരെങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞല്ലോ, അവരിങ്ങനെ പറയുന്നു, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ വാക്ക് കേൾക്കാം, അവരുടെ വാക്ക് കേൾക്കാം, അത് കേൾക്കാം, ഇത് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇവരെന്നുള്ള ചിന്ത കളയുക. മനസ്സിലായോ? ടോട്ടലി കളയുക. അവരുടെ പാടായി അവരെന്തോ ആയിക്കൊണ്ട് പോട്ടെ, നശിച്ച് എങ്ങനെ രീതിയിലോ പോട്ടെ, നമ്മളെ ഇത്രയും ദ്രോഹം ചെയ്തു, നമ്മളെ ഒറ്റപ്പെടുത്തി, ഇനി നമുക്ക് അവരുടെ കാര്യം അറിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളൊരു ഇത് നിങ്ങൾക്ക് എടുക്കാൻ എപ്പോൾ കഴിയുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുന്നത്, ആ ഒരു വിജയം ഉണ്ടാവുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ നിങ്ങളെ ഒരാൾ ഇട്ടിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ ചതിച്ചിട്ട് പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ ചതിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ആർക്കും വേണ്ടെന്ന് വെച്ചു, നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞ് വിഷമിച്ച് നിങ്ങൾ അവരെ കുറിച്ച് ഓർത്ത് ഇതാക്കി ഇരിക്കേണ്ട ആവശ്യമില്ല. വിട്ടുകളയേണ്ടത് വിട്ടുകളയാ. അങ്ങനെയുള്ള തുമ്മിയ തെറിച്ച് പോകുന്ന മൂക്കാണെങ്കിൽ തെറിക്കട്ടെ എന്ന് കരുതണം. അങ്ങനെയുള്ള ആർക്കും ഒരു സഹായം ചെയ്യാനും പോവണ്ട. മനസ്സിലായോ? കാരണം നമ്മളെ ഒറ്റപ്പെടുത്തി ഇത്രയും നമുക്ക് അവരുടെ കാര്യം നമുക്ക് അറിയണ്ട. മനസ്സിലായോ? നമുക്ക് അവരുടെ കാര്യം അറിയണ്ട. ആരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാനിലേക്ക് എങ്ങനെയെങ്കിലും എത്താനുള്ള ഇത് നോക്കാം. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും ജന്മങ്ങളായാലും ഭഗവാനിലേക്കോ ഭഗവതിലേക്കോ എവിടേക്കാണെന്ന് വെച്ചാൽ നമുക്ക് എത്താനുള്ള ഒരു ഇത് നോക്കാം. അത് മാത്രം നിങ്ങൾ ചെയ്യാന്നുള്ളത്, അത് മാത്രം നിങ്ങൾ ചെയ്തു പോയാൽ മതി. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ വെറുതെ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഓർത്തോ, അവരെ കുറിച്ച് ഓർത്തോ, ഇവരെ കുറിച്ച് ഓർത്തോ, അവർക്ക് വേണ്ടി സഹായം ചെയ്യാനോ ഇവർക്ക് വേണ്ടി ഇത് പറയാനോ ഒന്നിനും നിങ്ങൾ പോവണ്ട. നിങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായം ചെയ്യുക. ഏതെങ്കിലും അത്രയും പിച്ചക്കാരായിട്ട് നടക്കുന്ന വഴിയിലിരിക്കുന്ന അർഹതയുള്ളവർക്ക്, മനസ്സിലായോ? അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾ അന്നം വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ എന്ന് പറയുന്നത് ചെയ്യുന്ന നല്ല നന്മയാണ്. അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കപട നാടകം ആടുന്ന, അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മുമ്പിൽ വന്ന് നിങ്ങളോട് പലതും യാചിച്ച് കപട നാടകം ആടുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഒന്നിനും പോവാതിരിക്കുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾ എന്താണെന്നുള്ളത് ഭഗവാൻ അറിയാം, ഭഗവതിക്ക് അറിയാം, നിങ്ങൾക്കറിയാം. അത് മാത്രം മതി. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. മറ്റുള്ളവർ അവരെന്തോ ആയിക്കോട്ടെ, എങ്ങനെ ആയി പോട്ടെ എന്ന് വിചാരിക്കാം.
മനസ്സിലായോ? അങ്ങനെ നിങ്ങൾ പോവുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ചെയ്തു പോയാൽ മാത്രമേ നിങ്ങൾക്ക്, കാരണം നിങ്ങളെ ഒറ്റപ്പെടുത്തിയതാണ്. നിങ്ങൾക്ക് അവസാനം അവരെല്ലാവരും എല്ലാം നേടിയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ച അവരെല്ലാവരും എല്ലാം ഇതായിട്ട് നിങ്ങൾ മാത്രം ഇങ്ങനെ ആയി. നിങ്ങൾക്കൊരു സഹായം അവർ ചെയ്തതുമില്ല, നിങ്ങളെ അവസാനം എന്താ തള്ളിക്കളയുകയും ചെയ്തു. അപ്പൊ അങ്ങനെയുള്ളവരെ നിങ്ങൾ വിട്ടുകളയാന്നുള്ളതാണ്, പൂർണ്ണമായിട്ടും വിട്ടുകളയുക. ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്, വിട്ടുകളഞ്ഞു എന്നുള്ള കാര്യമാണ്. അതാണ് പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നന്മ ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ആൾക്കാരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും അങ്ങനെയുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാര്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാനുള്ള മനസ്സുണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. പിന്നെ നമ്മുടെ ജനിച്ച് വളർത്തിയ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മളെ സ്നേഹിക്കുന്ന നല്ലവരായിട്ടുള്ള കുറച്ച് ആൾക്കാരെങ്കിലും നല്ലവരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതുള്ള ബാക്കിയെല്ലാം നമ്മൾ വിട്ടുകളയാം. നമുക്ക് ദ്രോഹം ചെയ്തവരും നമ്മളെ ദ്രോഹിച്ചവരും നമ്മളെ റിഗ്രറ്റ് ചെയ്തവരും നമ്മളെ ചവിട്ടി തേച്ചവരും നമ്മളെ ഒറ്റപ്പെടുത്തിയവരും ഇങ്ങനെയുള്ളവരെ എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച് കളയാന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അത് ചെയ്യുന്നതിലൂടെ നമുക്ക് സമാധാനം ഉണ്ടാവുന്നതായിരിക്കും. ഹരഹര മഹാദേവ ശംഭോ മഹാദേവ. ഇന്നിനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാട്ടോ. ഡിജിറ്റൽ, ധനീഷ്, ധനു, മുഹമ്മദ്, തൃശൂർക്കാരൻ, അരുൺ, കുക്കു നെടുവേലി, മിഥുൻ മാത്യു, ഹായ്, അനു, കൃഷ്ണവേണി, ശ്രീരാഗ, രഞ്ജിനി, ഹരിത, കൃഷ്ണപ്രിയ, മാധു, അഖിൽ, ജ്യോതിലക്ഷ്മി, കുറച്ച് നേരം വന്നിട്ടുള്ളൂ കേട്ടോ. നെടുവേലി, കുക്കു, ധനേഷ്, ധനു, അരുൺ, തൃശ്ശൂർക്കാരൻ. ഓക്കെ, ഇത്രയും പേരുമാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം എല്ലാവരും അത് എപ്പോഴും മനസ്സിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക. നിങ്ങളുടെ മനസ്സിൽ അത് എപ്പോഴും ഓർത്തുകൊണ്ട് നിങ്ങളുടെ ആയിട്ടുള്ള ആ ഒരു വേയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് വന്ന വേറൊന്നുമല്ല, എനിക്ക് ഇന്ന് ഓൺലൈനിലായിരുന്നു. അതായത് ഇന്ന് കുറച്ച് നമുക്ക് അല്ലാതെ ലാപ്ടോപ്പ് ഉണ്ട്, എനിക്ക് ലാപ്ടോപ്പിലൂടെയാണ് ഞാൻ വർക്ക് ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഓഫീസിൽ പോയി എനിക്ക് ചെയ്യാം. ഇപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യും, കുറച്ച് വർക്കൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെയുണ്ട്. അല്ലാതെ കുറച്ച് ഫീൽഡ് വർക്ക് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഇനിയും ലൈവിലൊക്കെ വരുമ്പോൾ വന്ന് കാണുക. നമ്മൾ ശിവപുരാണമൊക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും നല്ലതാണ്. എനിക്ക് അത്രയും അർത്ഥവത്തായിട്ടൊന്നും അങ്ങനെ പറഞ്ഞു തരാനൊന്നും അത്ര അറിയത്തില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് തന്നെ പറഞ്ഞു തരുന്നത്. അപ്പം അത് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്കറിയാം, RKSP വ്ളോഗ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പം അത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. RKSP വ്ളോഗ് എന്ന് അടിച്ചു കൊടുത്താൽ അത് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പം അത് ഇവിടെ ഒന്ന് ചെയ്യുക നിങ്ങൾ. അപ്പം എല്ലാവരും ആ ഒരു ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ.